ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. കാരണം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. +1 ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അല്ലെങ്കിൽ അറിയാതെയെങ്കിലും എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് കരുതുക. ചില കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പിന്നീട് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് ആ സൈറ്റിലേക്ക് കയറുക. ആ സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അതിന് മുകളിലുണ്ടാവുമല്ലോ. അതിൻ്റെ താഴെയായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട് എന്ന് കരുതുക. ട്രയൽ റിസൾട്ട്സ്, എഡിറ്റ് ആപ്ലിക്കേഷൻ, പ്രിൻറ്റ് ആപ്ലിക്കേഷൻ. ഇത് 3 ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്നാൽ അതേസമയം 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ട്രയൽ റിസൾട്ട്സും എഡിറ്റ് ആപ്ലിക്കേഷനും മാത്രമാണ്. പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നേരെ വീണ്ടും എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്ത എല്ലാ വിവരങ്ങളും അവിടെ വരും. അത് ഓരോ പേജിലായിട്ട് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവസാന പേജിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ഫാദറിൻ്റെ പേരും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും നിങ്ങളുടെ പേരും ഉണ്ടാവും. അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ കയറി നോക്കുന്ന സമയത്ത് ട്രയൽ റിസൾട്ട്സും പ്രിൻ്റ് ആപ്ലിക്കേഷനൊന്നും മാത്രമേ ഉള്ളൂ. എഡിറ്റ് ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ അതിനർത്ഥം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു എന്നാണ്. സോ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, നിങ്ങളുടെ സ്ക്രീനിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ 3 ഓപ്ഷനുമുണ്ട്. ട്രയൽ റിസൾട്ട്സും എഡിറ്റ് ആപ്ലിക്കേഷനും പ്രിൻ്റ് ആപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അതേപോലെ തന്നെ ട്രയൽ റിസൾട്ട്സും പ്രിൻ്റ് ആപ്ലിക്കേഷനും എന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കാനില്ല. അതേസമയം ട്രയൽ റിസൾട്ട്സും എഡിറ്റ് ആപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ, പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്നാണ്. സോ സംശയമുള്ളവർ കയറി നോക്കുക. എല്ലാവരും കയറി നോക്കണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ പേടിയില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. മാത്രവുമല്ല, ഈ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാർണിംഗ് മെസ്സേജൊക്കെ വരാറുണ്ട്. അത് ജസ്റ്റ് ഓക്കെ അടിച്ചാലൊക്കെ എഡിറ്റിലേക്ക് പോകും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, അക്കൗണ്ട് ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഞാൻ തരും. ഓക്കെ, താങ്ക് യു.